ഒന്നും അല്ലാഹു വെറുതെയല്ല, സൃഷ്ടിപ്പ് പോലും അല്ലാഹു നീതിയുക്തമായി ചെയ്തു. വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ വമാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പറയാൻ, വമാ ഖലഖനസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും നാം പടച്ചത്, വമാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ അല്ലാഹു പടച്ചത്, ലാഇബീൻ, കളിച്ചുകൊണ്ട് പടച്ചതല്ല, ഇത് കളിക്കാനുണ്ടാക്കിയതല്ല, ഞാനൊരു കളി നടത്തിയതല്ല ഇത്. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, കൃത്യമായ പ്ലാനോടുകൂടെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടെയാണ് ഞാൻ ഇതൊക്കെ പടച്ചത് എന്ന് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിർ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബിൽ അദ്ലി വൽ ഖിസ്ത്, ഈ പ്രപഞ്ചത്തെ നാം പടച്ചത് നീതി സ്ഥാപിക്കാൻ വേണ്ടിയാണ്, നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്. എല്ലാറ്റിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ എല്ലാറ്റിലും അള്ളാഹു നീതി വെച്ചു. ജീവജാലങ്ങളെ പടച്ചതിൽ, മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയിൽ അള്ളാഹു നീതി വച്ചിരിക്കുകയാണ്. കൈകാലുകളുടെ നീളവും അതിൻ്റെ വലുപ്പവും, രണ്ട് കണ്ണുകളും ഓരോന്നും ഒന്നിന് കൃത്യം ഒരേപോലെ. ഒരു കണ്ണ് ചെറുതും ഒന്ന് വലുതുമായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? ഒരു കൈ ഒരുപാട് നീളമുണ്ട്, മറ്റൊരു കൈ നീളമില്ല. അല്ലെങ്കിൽ ഒരു കാല് ഒന്ന് നീണ്ടിട്ടാണ്, ഒന്ന് നീളം കുറവാണ്, എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു എല്ലാം ബിൽ അദ്ലി, കൃത്യമായും അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. സൂര്യചന്ദ്രഗോളങ്ങളെ, ഭൂമിയെ, ഈ ഭൂമിയുടെ ഭാരം ഇതിനേക്കാളും ഒരു 5 ഇരട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഭാരം 5 ഇരട്ടി കൂടുമായിരുന്നത്രേ. ചന്ദ്രനിൽ 1/6 ഭാരം ഉണ്ടാവുള്ളൂ. ഇവിടെ 60 കിലോ ഉള്ള സാധനം ചന്ദ്രനിൽ പോയാൽ അതിൻ്റെ കിലോ 60-ൽ നിന്ന് 10 ചുരുങ്ങും, 10 കിലോ ആയിട്ട് ചുരുങ്ങും 60 ഉള്ളത്. ഭൂമിയുടെ ഭാരം അനുസരിച്ചാണ് നമ്മുടെ ഭാരം. ഭൂമിക്ക് ഭാരമുണ്ടായിരുന്നെങ്കിൽ ഈ ഭാരത്തെക്കാളും ഒരു 5 ഇരട്ടിയോ അതിലേറെയോ അതിന് ഭാരക്കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കാലെടുത്ത് നടക്കാൻ ഇവിടെ കഴിയില്ല, ഓടാൻ കഴിയില്ല, കുന്നുകയറാൻ കഴിയില്ലായിരുന്നു. മഹാന്മാർ പറയും, നമ്മുടെ തലമുടി നമ്മൾ മുടി വെട്ടുന്നുണ്ട്, താടി ട്രിം ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നാഡീ ഞരമ്പുകളുമായിട്ടതിന് ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഒരു മുടിയെടുക്കാൻ മനുഷ്യൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറേണ്ടി വരുമായിരുന്നു, അല്ലേ? ഡോക്ടർമാർ ചെയ്തിരേണ്ടി വരും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് ഒരർത്ഥമില്ലാതെ വ്യർത്ഥമായി പടച്ചതല്ല അല്ലാഹു. എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയാണ് അല്ലാഹു പടച്ചത്.